ഫാമിലി വീക്കിന്റെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് എൻ്റെ പൊന്നെ അടിപൊളിയായിരുന്നു. സൗന്ദര്യയുടെ ഫാമിലിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഞാൻ കാത്തിരുന്ന ഒരു സാധനം അതായിരുന്നു. കാരണം സൗന്ദര്യയുടെ ഫാമിലി വരുമ്പം സൗന്ദര്യമാണ് ഈ വീട്ടിനകത്ത് ഏറ്റവും കൂടുതൽ ഫേക്ക് വേലകളെല്ലാം ഒപ്പിക്കുന്നതും ഡബിൾ സ്റ്റാൻഡും ട്രിപ്പിൾ സ്റ്റാൻഡും ആയിട്ടൊക്കെ നടക്കുന്നത്. അപ്പൊ ഇവര് സൗന്ദര്യയെ ഉപദേശിക്കുമോ, ബാക്കിയുള്ളവർ എന്തെങ്കിലും പറയുമോ, മുടൻപാട് ചോദിക്കുമ്പോൾ എന്ത് പറയുന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ടെന്നു. സൗന്ദര്യയുടെ അച്ഛനും അമ്മയൊക്കെ ഗിടുക്കി വന്നിട്ട് നീ ആദ്യം മര്യാദയ്ക്കുന്നില്ല. അപ്പൊ ബിഗ് ബോസ് ഈ വീട്ടിൽ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ട്, നമ്മളെ മോളെ പറ്റിയാണ് നമ്മളെ കംപ്ലൈന്റ്, നീ മര്യാദയ്ക്ക് ഇരിക്കണം, പിറകിൽ പോയി സംസാരിക്കരുത്, ജാക്കിലിന്റെ കൂടെയുള്ള കൂട്ടുകെട്ട് വിടരുത്, ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നെങ്കിലും ഫ്രണ്ട്സിനെയൊക്കെ കൂടെ നിർത്തണം. സൗന്ദര്യക്ക് ഒരു സൂപ്പർ ഹിന്റിന്റെ പെരുമഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന് സൗന്ദര്യം എടുത്ത് പറഞ്ഞു. ഇതിനേക്കാൾ കൂടുതൽ ഇനി അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി സൗന്ദര്യം കളിച്ചില്ല എന്നുണ്ടെങ്കിൽ സൗന്ദര്യക്ക് തന്നെയായിരിക്കും ഏറ്റവും വലിയ പേന. സൗന്ദര്യയുടെ എല്ലാ നെഗറ്റീവുകളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വീട്ടുകാര്. പിന്നെ റാണവിന്റെ ഫാമിലി വന്നു. കുറച്ച് സർപ്രൈസിങ് എൻട്രി ആയിട്ട് വന്നത് റാണവിന്റെ ഫാമിലിയാണ്. എൻ്റെ മുന്നേ റാണവിന്റെ അച്ഛനൊക്കെ കിടുക്ക് സാധനം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. റാണവിന്റെ ചില നേരത്തെ മണ്ടത്തരങ്ങളൊക്കെ മാറ്റാനുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ സൗന്ദര്യയും ജാക്ലിനും അങ്ങനെ അവസാനം സോൾവ് ആവുകയാണ് സുഹൃത്തുക്കളെ. എത്ര ദിവസം പോകുമെന്ന് അറിഞ്ഞുകൂടാ. സൗന്ദര്യയുടെ തനി കുണം വെളിയിൽ വരുമ്പോൾ കണ്ടറിയാം. പിന്നെ പവിത്രയുടെ ഫാമിലി വരുന്നു. ഭയങ്കര വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇല്ല, എന്നിരുന്നാലും കുഴപ്പമില്ല. അൻഷിത, അതെ നമ്മുടെ മലയാളി അൻഷിതയുടെ ഫാമിലി വന്നിരുന്നു. ഞാൻ ലൈവ് ഇരുന്ന് മുഴുവൻ കണ്ടതായിരുന്നു അൻഷിതയുടെ ഫാമിലിയൊക്കെ വന്നപ്പോഴത്തേക്കും, നമ്മുടെ മലയാളി ആയതുകൊണ്ട് തന്നെ. അപ്പം അൻഷിതയുടെ കാര്യം എനിക്ക് കുറച്ച് സ്പെഷ്യലായിട്ട് പറയാനുണ്ട്. ഇന്നലെയും ഞാൻ കുറച്ച് സാധനങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. എപ്പിസോഡ് ടെലികാസ്റ്റ് ആയതിനു ശേഷം എനിക്ക് പറയാനുള്ള കുറച്ച് സംഭവങ്ങളുള്ളൂ. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ അൻഷിതയുടെ കാര്യം പറയാം. അൻഷിതയുടെ ഫാമിലി പോകുന്നതിന് മുന്നേ എനിക്ക് അവരെ പരിചയമുണ്ട്. ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 1-2 ടിപ്പുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അൻഷിതയുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്ന അൻഷിതയുടെ ഉമ്മയെ വിളിച്ചിരുന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കണം, പേഴ്സണലായിട്ട് എടുക്കരുത്. ഗെയിം വേറെ, പേഴ്സണൽ വേറെ, ഫ്രണ്ട്ഷിപ്പ് വേറെ. ഗെയിം കളിച്ച് കഴിയുമ്പോൾ അത് കളയണം, പേഴ്സണലായിട്ട് എടുക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു സാധനം, നമ്മുടെ വിശാലിനെ ഒന്ന് സൂക്ഷിക്കണം. വിശാലിന് എന്താ അൻഷി കാണിക്കുന്നത് ഓക്കെ, പക്ഷെ വിശാൽ കാണിക്കുന്നത് എന്താണ്? വിശാൽ തർഷികയുടെ ഗെയിം കുളം തോണ്ടി തൊലച്ച് തർഷിക ഔട്ടായി. ഇനി അടുത്ത് അൻഷിതയുടെ പറയുന്നത് അതൊന്ന് സൂക്ഷിക്കണം. പിന്നെ ജെഫ്രിയുടെ ആ ഒരു ഓരോ ആഴ്ച മാറിയാണ് ജെഫ്രി നിൽക്കുന്നത്, അതൊന്ന് സൂക്ഷിക്കണം. ഇത്രയും കാര്യമാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. വേറെ ഒന്നും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇത്രയും. അപ്പൊ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, പുറത്തെ കാര്യങ്ങളൊന്നും അകത്ത് പറയാൻ പാടില്ല. അപ്പൊ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പറ്റുന്ന ഒരു ലെവലിൽ നമ്മുടെ മലയാളി അൻഷിത അവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ലെവലിൽ എനിക്കറിയാന്നുള്ള കുറച്ച് പോയിന്റുകൾ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കൂടി അവർക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു കൊടുത്ത സംഭവങ്ങളും അവരുടെ സംഭവങ്ങളൊക്കെ അവിടെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇതുപോലെ തന്നെ മുൻപ് ഒത്തിരി ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സിജോ ബ്രോയുടെ വീട്ടിൽ നിന്ന് പോയപ്പോഴായാലും, അഭിഷേക് ബ്രോയുടെ, നമ്മുടെ മലയാളം ബിഗ് ബോസിന്റെ കേസാണ്, അഭിഷേക് ബ്രോയുടെ വീട്ടിൽ നിന്ന് പോയപ്പോഴായാലും ഒക്കെ കുറെ കാര്യങ്ങൾ എനിക്ക് അറിയാന്നുള്ള പോലെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്സരയുടെ വീട്ടിൽ നിന്നൊക്കെ പോയപ്പോഴൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഉപയോഗപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ വൈകിപ്പിക്കേണ്ട, തുടങ്ങാം നമുക്ക്. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8ന്റെ ഡേ 80 80 ദിവസമായി. ഡിസംബർ 25 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സും റിവ്യൂസും നോക്കിയായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പം ആദ്യം തന്നെ ഇന്നലെ രാത്രി റയാനും സൗന്ദര്യയോടും സംസാരിക്കുകയാണ്. റയാനെ മനസ്സിലായി എന്തോ ഞാൻ ഇവിടെ ചെയ്യുന്നതിൽ ഒരു പെശ കൊണ്ട്. അപ്പം എന്താണ് പുറത്ത് എന്തോ ഒരു രീതിയിൽ പ്രൊജക്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സൗന്ദര്യയുടെ പറയുന്നു. അപ്പം സൗന്ദര്യം പറയണേ, എനിക്ക് അറിയില്ലടാ എന്താണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. നേരം വെളുക്കുന്നു, 10:45 മോർണിംഗ്. പവിത്ര ദീപകിന്റെ അടുത്ത് പറയുകയാണ്, പവിത്രയ്ക്ക് ഇപ്പൊ റാണവിന്റെ അങ്ങോട്ടുള്ള തുടലും പിടിക്കലൊന്നും അത്ര വലിയ പിടിക്കുന്നില്ല. അപ്പോഴത്തേക്കും അന്ന് ഞാൻ റാണവിന്റെ ആ ഒരു കേസിൽ ഞാൻ തുടക്കത്തിൽ കളിയായിട്ടെടുത്തു. പിന്നീട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിരുന്നു, ആ ഒരു ഏഞ്ചൽ ഡെവിൽ ടാസ്കിൽ ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെയൊന്നും വേണ്ടടാ, ഇങ്ങനെയൊന്നും കാണിക്കരുതെന്നും പറഞ്ഞിട്ട് അവൻ കേട്ടില്ല. അപ്പോൾ ദീപക് പറയണം, നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ നീ അവരുടെ അടുത്ത് നേരിട്ട് പോയി പറയും പവിത്ര. അപ്പോൾ പവിത്ര പറയണം, ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവൻ സംസാരിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. അവൻ ഈ കോംബോ പിടിക്കാനുള്ള ഒരു ലെവലിലാണ് അവൻ നിൽക്കുന്നത് എന്നുള്ള ലെവലിലാണ് പവിത്ര സംസാരിക്കുന്നത്. അപ്പം ഈ സംഭവം, അപ്പം ഞാൻ ഓൾറെഡി ഇന്നലെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു. ആ കമൻറ്റിനുള്ള ഞാൻ ഒരു മറുപടി പറയാം. എന്താണ്, ഇപ്പം റിവ്യൂ അല്ല കഥയാണ് പറയുന്നത് എന്നാണ് അതിൻ്റെ കമൻറ്റിനകത്ത്. ഞാൻ ഓൾറെഡി പറഞ്ഞു 80 ദിവസം നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു 70-78 ദിവസം വരെ നമുക്ക് ഫാമിലി വീക്കിൽ എന്തോ റിവ്യൂ പറയാനാണ് ഉള്ളത്. ആ കഥ ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞു വന്ന സാധനത്തിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ വേണമല്ലോ. കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് കൂടുതലും കഥ തന്നെ ആയിരിക്കും. റിവ്യൂ പറയാനുള്ള സമയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ റിവ്യൂ പറഞ്ഞിട്ടില്ല എന്ന ഒപ്പീനിയൻ ഉള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യണം. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം, ഞാൻ റിവ്യൂ ആണോ കഥയാണോ പറയുന്നത്. ഞാൻ റിവ്യൂ പറഞ്ഞിട്ടില്ലേ? ഞാൻ കഴിഞ്ഞ സീസൺ 7 മുതൽക്ക് ഞാൻ റിവ്യൂ തന്നെയാണ് പറയുന്നത്.
റിവ്യൂ പറയാനൊന്നും ഇല്ലെങ്കിൽ എനിക്ക് കഥ പറയേ നിവർത്തിയുള്ളൂ. അതാണ് ഞാൻ അവിടെ നടക്കുന്ന കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റൂ. അപ്പം അതിനുശേഷം ലിവിങ് ഏരിയയുടെ അവിടുത്തെ മെയിൻ ഡോറിൻ്റെ അവിടെ വന്ന് എല്ലാവരും ഇങ്ങനെ നിൽക്കാൻ പറയുന്നു. അപ്പോൾ എല്ലാവരും വന്ന് നിൽക്കുന്നു. അപ്പോഴത്തേക്കും ബിഗ് ബോസ് ചോദിക്കണം ആരുടെ ഫാമിലി ആയിരിക്കും വരാൻ പോകുന്നത്. അൻഷിത നിന്റെ ഫാമിലി ആണെങ്കിൽ നിന്റെ ഫാമിലി എങ്ങനെ വിളിക്കും? ഞാൻ ഉമ്മീന്ന് വിളിക്കും. ജെഫ്രി ആണെങ്കിലോ ഞാൻ മമ്മീന്ന് വിളിക്കും. അപ്പം അങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ സൗന്ദര്യ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് സൗന്ദര്യ വിളിക്കുന്നതും സൗന്ദര്യയുടെ ഫാമിലി വരുന്നു. അച്ഛൻ, അതുപോലെ തന്നെ അമ്മ, സഹോദരനാണ് വരുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നത് നമ്മുടെ വിശാലിന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ വിശാലിന്റെ അമ്മയും അച്ഛനും അനിയത്തി എന്നാണ് പറഞ്ഞത്. അത് വിശാലിന്റെ പാട്ടിയായിരുന്നു ഞാൻ അമ്മയെന്ന് പറഞ്ഞത്. എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം ഇന്നും ഞാൻ പറയുന്നത് ചിലപ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടായേക്കാം, എനിക്കറിയത്തില്ല. കാരണം എപ്പിസോഡിൽ പാട്ടിയാണോ അല്ലെങ്കിൽ അമ്മയാണോ അച്ഛനാണോ എന്നൊന്നും പറയുന്നില്ല. അപ്പം അതുകൊണ്ട് കൊഞ്ചം കൺഫ്യൂഷൻസ് എല്ലാം എനക്കും ഇറുക്ക്. അപ്പം സൗന്ദര്യയുടെ അച്ഛനും അമ്മയൊക്കെ വരുന്നു. വന്ന ഉടനെ തന്നെ സൗന്ദര്യയുടെ അച്ഛൻ ജാക്ലിൻ, സൗന്ദര്യ നിങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം തന്നെ സൗന്ദര്യക്ക് മനസ്സിലാക്കാന്നുള്ളത് നമ്മുടെ കോംബോ പൊട്ടിയത് ശരിയല്ല എന്നുള്ള കാര്യം. അടുത്ത് ഒറ്റയ്ക്ക് സൗന്ദര്യം വിളിച്ചുകൊണ്ട് പോയിട്ട് അച്ഛൻ പറയാണ് നീ കുറേ മാറണം, കുറേ മാറ്റി നീ കളിച്ചു കഴിഞ്ഞാൽ നീ നന്നാവും. നീ ഇപ്പം കളിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ നീ കുറേ മാറണോടി, കുറേ മാറി കളിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. നീ എല്ലായിടത്തും കുറച്ച് സ്നേഹത്തോടെ പെരുമാറ്. പിന്നെ നീ കാല് മേലെ കയറ്റി വെച്ചിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് അവിടേക്ക് ഇരുന്ന സംഭവമില്ല, അതൊന്നും വേണ്ട. പിന്നെ മഞ്ചരിയോട് നീ ഇടയ്ക്ക് വെച്ച് പറയാനൊക്കെ പോയതൊന്നും ശരിയല്ല. അപ്പം സൗന്ദര്യ ഞാൻ എന്നെ പണ്ണ അതുക്ക് ഞാൻ ഒന്നുമേ ചെയ്യലേ. അപ്പോഴത്തേക്കും സൗന്ദര്യയുടെ അമ്മ നീ നല്ലതാണ് കാണിക്കുന്നതൊക്കെ, നീ വീട്ടിലത്തെ പോലെ അല്ലല്ല ഇവിടെ. നീ ഇവിടെ ഓരോരുത്തർ സംസാരിക്കുമ്പോൾ ദയവ് കരുതി ഇതിൻ്റെ ഇടയിൽ കയറി പോവരുത്. പിന്നെ ഇവിടുത്തെ പ്രോബ്ലം നീ ഓരോന്നും ഉണ്ടാക്കുമ്പോഴത്തേക്കും നിനക്ക് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നീ അയാളോട് നേരിട്ട് പോയി പറ, നീ പിന്നിൽ നിന്ന് സംസാരിക്കരുത്. ഒരാളുടെ കാര്യം മറ്റൊരാളോട് നീ പറയരുത്. അപ്പൊ ബ്രദർ പറയാണ് ബാക്കിയുള്ളവരെ നീ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊക്കെ നിനക്ക് അറിവില്ലയാടാ വിവരമില്ലയാടാ എന്നൊക്കെ ചോദിക്കുമല്ല, നിനക്കത് ഉണ്ടോ സൗന്ദര്യ? അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ സൗന്ദര്യയുടെ അച്ഛൻ ആദ്യം സ്വന്തമായിട്ട് മര്യാദയും ഒക്കെ പഠിക്കണം, എന്നിട്ട് വേണം ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകാൻ. അപ്പോൾ സൗന്ദര്യയുടെ അമ്മ നിനക്ക് വിജയ് സേതുപതി സാറ് എന്തെല്ലാം നല്ല ടിപ്സ് നിനക്ക് തരാറുണ്ട്. നിനക്ക് നിന്റെ ഫ്രണ്ട്സിൻ്റെ കേസിൽ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ അത് പിറകിൽ പോയി ദയവ് കരുതി പറയരുത്. നീ ഇൻഡിവിജ്വലായിട്ട് കളിക്ക്. ഫ്രണ്ട്സിനെ നീ ഫ്രണ്ട്സ് തന്നെയാണ്, പക്ഷെ നീ ഇൻഡിവിജ്വലായിട്ട് കളിക്ക്, പിറകിൽ പോയി നീ പറയരുത്. അപ്പോഴത്തേക്കും ബ്രദർ പറയാണ് നീ ആരെങ്കിലും 10 കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 2 എണ്ണം കേട്ടുകൊണ്ട് പോയി ഉടക്കൊണ്ടാക്കുമ്പോൾ ദയവ് കരുതി തന്നെ നീ റിയാക്ട് ചെയ്യരുത്. അപ്പം സൗന്ദര്യയുടെ അച്ഛൻ നീ കാല് മേലെ കയറ്റി വെച്ച് ഫുഡ് കഴിക്കരുത്, അതൊന്നും ശരിയുള്ള കാര്യമല്ല. അപ്പോഴത്തേക്കും ബ്രദർ വീണ്ടും പറയുന്നു നിന്റെ റിയാക്ഷൻ ഇവിടെ വന്നിട്ടാണല്ലോ റിയാക്ഷൻ, നമുക്ക് വീട്ടിൽ ഇങ്ങനത്തെ റിയാക്ഷൻ ഒന്നും ഇല്ലല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സൗന്ദര്യയുടെ ഫാമിലി വരുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട സൗന്ദര്യ ഈസ് അട്ടർ ഫേക്ക്. ബിക്കോസ് സൗന്ദര്യയുടെ അമ്മ അച്ഛൻ സഹോദരൻ പറയുന്നുണ്ട് സൗന്ദര്യ വീട്ടിൽ ഇങ്ങനെ അല്ല. പിന്നെ സൗന്ദര്യക്ക് എക്സ്പ്രഷൻ, സൗന്ദര്യം ആദ്യമേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ എക്സ്പ്രഷനൊക്കെ ഓൾറെഡി ഞാൻ പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്, ഞാൻ എന്ത് ചെയ്യാൻ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇവർ പറയുന്നത് നീ വീട്ടിൽ ഇങ്ങനെ അല്ലല്ലോ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ സൗന്ദര്യ ഈസ് ഫേക്ക്. ആ സാധനം നമുക്ക് വെളിയിൽ വന്നു, പക്ഷെ സൗന്ദര്യ കണ്ടന്റ് ക്വീൻ ആണ്, അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. സൗന്ദര്യമൊക്കെ ടോപ്പ് 5 ഒക്കെ ഉറപ്പിച്ചിരിക്കുന്ന കണ്ടസ്റ്റൻ്റാണ്. അപ്പോഴത്തേക്കും പറയണം നിന്റെ ഈ റിയാക്ഷനൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായതാണല്ലോ. അപ്പോൾ പറയണം അത് എനിക്കിവിടെ ഓരോരുത്തരും എന്നെ പ്രൊവോക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നു സംസാരിച്ച്. അപ്പോഴത്തേക്കും സൗന്ദര്യയുടെ ബ്രദർ ഒരു സൂപ്പർ ഡയലോഗ് അടിക്കുകയാണ്, ഇത് ഏതാണ് സ്ഥലം? ബിഗ് ബോസ് ആണ്. ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ നിന്നെ സുഖിപ്പിക്കാനല്ല സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അവരെ പ്രൊവോക്ക് ചെയ്യും, ഇറിറ്റേറ്റ് ചെയ്യും. അപ്പം നീ എന്താണ് സംസാരിക്കേണ്ടത്? നീ സംസാരിക്കേണ്ട ലെവലിൽ വേണം സംസാരിക്കാൻ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ അവരുടെ മുഖത്ത് നോക്കി വേണം പറയാൻ. ഇങ്ങനെ എന്നിട്ട് നീ അവിടെ കൊണ്ടാക്കുമ്പോൾ ബോടാ അങ്ങനെ ഇങ്ങനെയാണ്, നീ അവരുടെ മുഖത്ത് നോക്കി തന്നെ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണം. അപ്പൊ സൗന്ദര്യയുടെ അമ്മ നീ സന്തോഷമായിട്ട് എൻ്റെ പൊന്നു മോളെ ദയവ് കരുതി എല്ലായിടത്തും ചിരിച്ച് സന്തോഷത്തോടെ ഒന്ന് സംസാരിക്കുക എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനേക്കാളും ഓപ്പൺ ആയിട്ട് സൗന്ദര്യക്ക് ഇനി ഒരു ക്ലൂവും കൊടുക്കാനില്ല. എൻ്റെ മനസ്സിൽ സൗന്ദര്യക്ക് ഒരു ടോപ്പ് 3 അല്ലെങ്കിൽ ടോപ്പ് 4ലേക്ക് എത്താൻ പറ്റും. ഗെയിം കളിച്ച് ഇവിടെ എത്തിയ ആളല്ല സൗന്ദര്യ. ഗെയിം വേറെ, കോണ്ടന്റ് വേറെ. ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് അല്ല. ഗെയിം മീൻസ് മുത്തു കളിക്കുന്നില്ലേ, ദാറ്റ്സ് ഗെയിം. മനസ്സിലായി? മുത്തുവിനൊരു പ്ലാൻ ഉണ്ട്, ഇങ്ങനെ പോകണം അങ്ങനെ പോകണം, ഇടയ്ക്കിടയ്ക്ക് ഗെയിം, അതാണ് ഗെയിം. പിന്നെ അരുൺ കളിക്കുന്നതും ഗെയിമാണ്, ദീപക് കളിക്കുന്നതും ഗെയിമാണ്. സൗന്ദര്യ കളിക്കുന്ന ഗെയിം അല്ല, സൗന്ദര്യ കോണ്ടന്റ് ആണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഈ സീൻ ക്രിയേറ്റ് ചെയ്യണം. ഈ സീൻ ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുറത്ത് പോകും, പോപ്പുലാരിറ്റി കിട്ടും, ഞാൻ അവിടെ പോകും, എനിക്ക് വോട്ട് സേവ് ആവും. ആ സാധനമാണ് സൗന്ദര്യ ചെയ്യുന്നത്. കോണ്ടന്റും ഗെയിമും പിന്നെ ടാസ്കിലെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരാളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിന്നർ ആവാനുള്ള ഒരാൾ. അങ്ങനെയാണ് എപ്പോഴും ബിഗ് ബോസിൽ ആവേണ്ടത്. പക്ഷേ നമ്മളെ സാധാരണ കണ്ടുവരുന്നത് ഒന്നുകിൽ കോണ്ടന്റ് കിങ് വിന്നർ ആവും, ഇല്ല എന്നുണ്ടെങ്കിൽ കോണ്ടന്റ് കിങ്ങോ ക്യൂനോ വിന്നർ ആവും, ഇല്ല എന്നുണ്ടെങ്കിൽ ഗെയിം കളിച്ച് മുന്നോട്ട് വന്ന ആൾ വിന്നർ ആവും, ഇല്ലെങ്കിൽ ടാസ്ക് കളിച്ച് വരുന്നവർ വിന്നർ ആവുന്നത് ഭയങ്കര കുറവാണ്.
ഇപ്പൊ നമ്മുടെ മലയാളം ബിഗ് ബോസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സീസൺ 6 എന്താ നടന്നത്? ജിൻഡോ ഗെയിം കളിച്ചാണോ വിന്നർ ആയത്? അല്ല. ടാസ്ക് കളിച്ചാണോ? അല്ല. കോണ്ടന്റ് ആയിരുന്നു. ജാസ്മിൻ തേർഡ് പൊസിഷനിലെത്തിയതും കോണ്ടന്റ് ആയിരുന്നു. അർജുൻ തേർഡ് പൊസിഷനിലെത്തിയതും ഗെയിം ആയിരുന്നു. അർജുൻ സെക്കൻഡ് പൊസിഷനിലെത്തിയത് ഗെയിം ആയിരുന്നു അല്ലേ? എന്നാൽ മലയാളം സീസൺ 5 അവിടെ ടാസ്ക് മാരാറ് കളിച്ചിട്ടില്ല. പക്ഷെ മാരാർ എന്താ കളിച്ചത്? ഗെയിം കളിച്ചു. ഗെയിമിലാണ് മാരാർ അവിടെ എത്തിയത്. സീസൺ 4 ദിൽഷ എങ്ങനെ എത്തിയത്? ദിൽഷ ടാസ്ക് കളിച്ചാ എത്തിയത്. സീസൺ 3 മണിക്കുട്ടൻ്റെ, അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല, പഴയ സീസൺസ് ഒന്നും ആൾക്കാർ അങ്ങനെയല്ല വാല്യൂ ചെയ്തിരിക്കുന്നത്. ആൾക്കാർക്ക് ഇഷ്ടം നല്ല ആൾക്കാരെയാണ് വോട്ട് എടുത്തിരിക്കുന്നത്. അതിലോട്ടൊന്നും പറയുന്നില്ല. അപ്പം അതാണ്. അപ്പോൾ സൗന്ദര്യയുടെ ആ ഒരു കോണ്ടന്റിൽ നിന്നും ഒരു ഗെയിമിലേക്ക് കൂടെ മാറാൻ വീട്ടുകാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ആരടുത്തെങ്കിലും വിരോധം ഉണ്ടോ, വിദ്വേഷം ഉണ്ടോ? അപ്പോഴത്തേക്ക് സൗന്ദര്യയുടെ അച്ഛൻ പറഞ്ഞു എനിക്ക് എൻ്റെ മോളടുത്ത് തന്നെയാണ് പ്രശ്നം. എന്നിട്ട് നേരത്തെ മോളെ വിളിച്ച് റൂമിലെടുത്തി പറഞ്ഞ കാര്യം എല്ലാവരും കേൾക്കെ പറയുന്നു. പ്രശ്നങ്ങൾ, അവൾ കുറേ കാര്യങ്ങൾ മാറ്റാണ്ട് കാലമേ കാലട്ട് ആഹാരം കഴിക്കരുത്, ഇവർക്ക് ഞാൻ ഫ്രീഡം കൊടുത്ത് വളർത്തിയതുകൊണ്ടാണ് അവൾ ഇങ്ങനെ. പിന്നെ കുറേ പറയുന്നുണ്ട്. സൗന്ദര്യം ഇഷ്ടം പോലെ പറയുന്നുണ്ട്. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, റിയാക്ഷൻ കാണിക്കുന്നു, വീട്ടിലൊന്നും ഇതില്ല. സത്യം പറഞ്ഞാൽ വീട്ടുകാർക്ക് മൊത്തം മനസ്സിലാവുന്നു സൗന്ദര്യം ഫേക്ക് ആണെന്നുള്ള കാര്യം. അപ്പോൾ സൗന്ദര്യയുടെ അമ്മ പറയുന്നു ഈ റിയാക്ഷനൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ എന്നെല്ലാം പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് അവർ പോകുന്നു. ദെൻ ജെഫ്രിയും സൗന്ദര്യം കെട്ടിപ്പിടിക്കുകയാണ്. സൗന്ദര്യം ഭയങ്കര കരച്ചിലാണ് അവരൊക്കെ പോയത്. അപ്പോൾ ജെഫ്രി പറയാണ് പോട്ടെ എല്ലാം നല്ലതിന്. പിന്നീട് സൗന്ദര്യയും ജാക്കിലിനോട് സംസാരിക്കുകയാണ്. കാരണം ഇവരുടെ ഫാമിലി വന്നപ്പോൾ ജാക്കിലിൻ്റെ അടുത്ത് നല്ല സമീപനം. അപ്പോൾ സൗന്ദര്യം പറയണത് നീയാണ് എൻ്റെ വീട്ടുകാരുടെ ഫേവറേറ്റ്, പിന്നെ ഞാൻ പിന്നിൽ നിന്ന് സംസാരിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ എന്താണ് പിന്നിൽ നിന്ന് സംസാരിച്ചത്? അപ്പോൾ ജാക്കിലും പറയണം അത് നീ പറഞ്ഞില്ലേ ഞാൻ നടിക്കുന്നു, ഞാനും മഞ്ജരിയും നടിക്കുകയാണ്, അൻഷിത നടിക്കുന്നില്ല എന്ന് നീ അന്ന് പറഞ്ഞില്ലേ സിംഗുലാർ ടാസ്കിൽ. അതിനകത്ത് ഇന്നലെ മഞ്ജരിയുടെ അനിയത്തി വന്നപ്പോൾ പറഞ്ഞ സംഭവമില്ല. അപ്പോൾ അതൊക്കെയാണ് നീ പിന്നിൽ നിന്ന് പറയുന്നത്. നിന്നോട് നീ വന്ന് എൻ്റെ അടുത്ത് പറയുന്നതും പിറകിൽ പറയുന്നതും രണ്ടാണ്. എൻ്റെ കാര്യം എൻ്റെ അടുത്ത് പറയും, നീ പിറകിൽ പറയരുത്. ഇപ്പം നിന്റെ കേസ് ഇങ്ങനെ കേട്ടപ്പോൾ നിനക്ക് പ്രശ്നമില്ല, ഇത് തന്നെയാണ് എല്ലാവർക്കും. അപ്പോൾ സൗന്ദര്യം എനിക്കിവിടെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ജാക്കിലും പറയാണ് നീ ആദ്യം നിന്റെ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് നീ എന്നെക്കുറിച്ച് തർഷികയോട് പറഞ്ഞു കൊടുത്തു ഞാൻ കരയുന്നത്. നീ എന്നെ അഭിനയം എന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ 2 ദിവസം മുന്നേ, ഇതൊക്കെ നീ എന്തിനാണ് എൻ്റെ കൂടെ ഒന്ന് നേരിട്ട് പറയണമായിരുന്നു. ഇത്രയൊക്കെ ഞാൻ ചെയ്തെങ്കിൽ നീ പിന്നെ എന്തിനാണ് വീണ്ടും എൻ്റെ കൂടെ കൂട്ടുകൂടുന്നത്? അതെടി എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷേ ഗെയിമിൽ പലരും പല സ്വഭാവം ആയിരിക്കത്തില്ലേ. അപ്പം എൻ്റെ ഗെയിമിന് അഫക്റ്റ് ആവുന്നു എന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ നിന്നിൽ നിന്ന് ഇത് മാറിയത്. അപ്പം ജാക്കിലും പറയണത് നീ എന്നോട് അങ്ങനെ എൻ്റെ ഗെയിമിൽ അഫക്റ്റ് ആവുന്നു എന്നൊരു വേർഡ് പറഞ്ഞതെങ്കിൽ ഞാൻ നിന്നിൽ നിന്ന് തള്ളിപ്പോയേനെ, മാറിപ്പോയേനെ. ചില കാര്യങ്ങൾ നീ പലരെയും നീ ബ്ലൈൻഡായി വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ കൂടെ നീ ഇരുന്നിട്ട് ബാക്കിയുള്ളടത്ത് പോയി എന്നെ പറ്റി പറയുന്ന പോലെയാണ് ഇപ്പോൾ 2 ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായത്. അപ്പോൾ സൗന്ദര്യം പറയും എനിക്ക് ഹേർട്ട് ആവോടി നീ ഇപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ജാക്കിലും പറയണം വേറൊരാൾ പറയുമ്പോൾ വേറൊരാൾ എൻ്റെ കുറ്റം നീ അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞ് എൻ്റെ ചെവിയിൽ കേൾക്കുമ്പോൾ അത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ ജാക്ലിന് സൗന്ദര്യയുടെ തനി ഗുണം മനസ്സിലാവുന്നു. പക്ഷേ ജാക്ലിൻ ഈ സൗന്ദര്യത്തെ എന്തിനാണ് സോൾവ് ചെയ്യാൻ പോയെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. കാരണം സൗന്ദര്യത്തെ സോൾവ് ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല ജാക്ലിന്, ഒരു ആവശ്യവും ഇല്ല. കാരണം മൊത്തം പ്രശ്നം ഉണ്ടാക്കുന്ന സൗന്ദര്യമാണ്. പോയി സോൾവ് ചെയ്യാൻ പോയിരിക്കുന്നു, ഹഗ്ഗൊക്കെ ചെയ്ത് ഓക്കെ സോറിയൊക്കെ സൗന്ദര്യം പറയുന്നുണ്ട്. പക്ഷേ ജാക്ലിൻ സൗന്ദര്യയുടെ കൂടെ കൂടുമെങ്കിൽ ജാക്ലിൻ്റെ വൺ വിനയാണ്. സൗന്ദര്യം ജാക്ലിൻ്റെ കൂടെ കൂടുമെങ്കിൽ സൗന്ദര്യക്ക് ഭയങ്കര ബോണസുമാണ്. അത് വേറൊരു കാര്യമാണ്. അതിനുശേഷം പവിത്രയെ കൺഫഷൻ റൂമിൽ വിളിക്കുന്നു. പവിത്രയുടെ കൈ എന്തോ വയ്യാതിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തിട്ട് വേദന ഉണ്ടോ? ഇല്ല, എനിക്ക് നെക്സ്റ്റ് റാണവിൻ്റെ അടുത്ത് വരാൻ പറ എന്ന് പറയുകയാണ്. അപ്പം ഇപ്പം നിൽക്കുന്ന യഥാർത്ഥ ഡോക്ടറാണ്. ഡോക്ടർ അവിടെ നിന്ന് മാറുന്നു. എന്നിട്ട് കൺഫഷൻ റൂമിൻ്റെ അകത്തൊരു റൂമിൽ നിന്നും റാണവിൻ്റെ അനിയൻ റാണേഷ് എന്നോ അങ്ങനെ എന്താണ് പേര്, പുള്ളിക്കാരൻ വരുന്നു. ഡോക്ടറിനെ പോലെയാണ് വരുന്നത്. സ്റ്റെത്തൊക്കെ ഇട്ടിട്ടുണ്ട്, ഡോക്ടറിൻ്റെ ഡ്രസ്സ് മാസ്ക് ഒക്കെ ധരിച്ചിട്ടുണ്ട്. അപ്പം റാണവ് അങ്ങോട്ട് വരുന്നു. എങ്ങനെയുണ്ട് കൈ, എങ്ങനെയുണ്ട്, വേദനയുണ്ടോ, അപ്പോൾ പെയിൻ ഉണ്ടോ? ഓക്കെയാണ്. അപ്പോഴത്തേക്കും ഡോക്ടർ പറയണം അത് ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട്, സ്കാനിങ്ങിലെ ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോഴത്തേക്കും ഇൻഫെക്ഷനോ, അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാളിങ്ങനെ എടുത്തിട്ട് റാണവൻ ഇങ്ങനെ ആക്കാൻ പോവാണ്. അപ്പോൾ റാണവ് ഇതെന്തുവാ പേടിച്ചിട്ട് മാസ്ക് ഒന്ന് ഞാൻ മാറ്റട്ടെ എന്ന് പറഞ്ഞിട്ട് റാണവ് ഇങ്ങനെ മാസ്ക് മാറ്റുന്നു ഡോക്ടറിൻ്റെ. അപ്പോൾ റാണവിൻ്റെ അനിയനാണ്. പക്ഷെ റാണവ് നീയാടാ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റക്ക്. അപ്പൊ എന്താണ് കാര്യമെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ വിചാരിച്ചേ ഇനി വേറെ എന്തെങ്കിലും അകന്ന ഫ്രണ്ട് വല്ലതും ആണോ എന്ന് ഞാൻ ആദ്യം കരുതിപ്പോയി. പക്ഷെ റാണവിൻ്റെ അനിയനാണ്. നീയാണോ വന്നത്? അമ്മ എവിടെയാടാ? അമ്മ വന്നില്ല, ഞാൻ മാത്രമേ വന്നില്ല. കള്ളം പറയാതെ വാ പുറത്തിറങ്ങി പോവാ, മാസ്ക് ഇട്ടോണ്ട് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റാണേഷിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഡോക്ടർ വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണോ പറയണം, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണോ, അസുഖമുണ്ടോ? അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പുറത്ത് വരുമോ? പവിത്ര വയ്ക്കുന്നു. ഡോക്ടറെ
പുറത്തു വരുമോ ഇത് റാണവിന്റെ അനിയൻ തന്നെ. അങ്ങനെ റാണവിന്റെ അനിയനാണെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു. ഭയങ്കര സന്തോഷം. അച്ഛനും അമ്മയും അനിയത്തിയും തൊട്ട് പിറകെ മെയിൻ ഡോറിൽ കൂടെ കയറി വരുന്നു. അമ്മ വന്ന ഉടനെ തന്നെ അരുണിന്റെ അടുത്ത് മോനെ എൻ്റെ പൊന്നു മോൻ്റെ കൈയൊക്കെ എങ്ങനെ ഉണ്ട് മോനെ. അമ്മ ഓക്കെയാണ്, കരയേണ്ട. അച്ഛനും വരുന്നു, കരയുന്നു. എനിക്ക് തോന്നുന്നു അച്ഛൻ പൊളിറ്റിക്കലി ബന്ധമുള്ള ആളാണെന്ന് തോന്നുന്നു. ആ ഒരു ലുക്ക്, മോതിരങ്ങളൊക്കെ പടപട കയ്യിൽ, സ്വർണ്ണ മോതിരങ്ങൾ, ഇതിലൊരെണ്ണം ഒരു പൊളിറ്റിക്കൽ ലുക്ക് ഉണ്ട് അച്ഛനെ കണ്ടാൽ. അപ്പോൾ കയറി വന്നിട്ട് അമ്മയും അച്ഛനൊക്കെ ഭയങ്കര കരച്ചിലാണ്, റാണവന്റെ കൈ വയ്യാത്ത ആലോചിച്ചിട്ട്. അപ്പോൾ ഓക്കെയാണ്, കരയൊന്നും വേണ്ട. അമ്മ നേരെ വന്ന് അരുണിന്റെ അടുത്ത് നന്ദി പറയുന്നു. എൻ്റെ മോന് വയ്യാതെ കിടന്നപ്പോൾ ഗെയിമൊക്കെ മറന്ന് കൊണ്ടുപോയില്ലേ. അച്ഛനെ നന്ദി പറയുന്നു, കെട്ടിപ്പിടിക്കുന്നു. അടുത്ത് അൻഷിത പറയാണ്, അയ്യോ ഇന്നിപ്പോൾ നോക്കിക്കോ, ഇന്നിപ്പോൾ വിരോധം ആരടുത്താണെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരുടെ പേരും പറയും. കാരണം വേറൊന്നുമല്ല, എന്താണ് ഇവരെല്ലാവരും റാണവ് ആക്ടിങ് ആണെന്ന് പറഞ്ഞില്ല വയ്യാതെ കിടന്നപ്പോൾ, അപ്പോൾ ആ പേര് പറയും എന്നാണ് അൻഷിത പറയുന്നത്. കുറച്ച് കഴിഞ്ഞ് റാണവിൻ്റെ അടുത്ത് ഒറ്റക്കിരുത്തി പറഞ്ഞു കൊടുക്കുകയാണ്. അച്ഛൻ പറയുന്നത്, എടാ നീ സൂപ്പറാണ്, പക്ഷെ നീ ഇനിയും സൂപ്പറായിട്ട് ചെയ്യണം, നീ ഒരു കണ്ടിന്യൂറ്റി എടുത്തുകൊണ്ട് വാ, നിനക്കൊരു കണ്ടിന്യൂറ്റി ഇല്ല. അപ്പോഴത്തേക്ക് അമ്മ പറയാണ്, എടാ നീ ദയവ് കരുതി ആരടുത്ത് ഒപ്പീനിയൻ ചോദിക്കരുത്, നിനക്ക് എന്ത് തോന്നുന്നോ നല്ലതോ തെറ്റോ നീ ചെയ്തോ. നീ ഒപ്പീനിയൻ ചോദിക്കരുത്, നീ ഇവിടെ കളിക്കാനാണ് വന്നിരിക്കുന്നത്. നീ ഇവിടെ ഒപ്പീനിയൻ പലയിടത്തും ചോദിക്കുന്ന ഒരു ബാഡ് ഹാബിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്, നിനക്കൊരു സ്വയമായിട്ടൊരു തീരുമാനം ഇല്ല. അപ്പോഴത്തേക്ക് അച്ഛൻ പറയാണ്, നീ ആയിട്ട് ഇരിക്കടാ. പിന്നെ വീക്കെൻഡിൽ വിജയ് സേതുപതി സാറ് ചോദിക്കുമ്പോൾ നീ ആൻസറുകൾ കൃത്യമായി കറക്റ്റായിട്ട് ചോദിക്കണം, കൊടുക്കണം, ബബ്ബ അടിച്ച് നിൽക്കാതെ. നിന്റെ അടുത്ത് ആരുടെങ്കിലും പേര് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഹോ എന്ന് പറഞ്ഞ് നിൽക്കും. അങ്ങനെ നിൽക്കാതെ നീ പറയണം, എ അങ്ങനെ ചെയ്തു, ബി അങ്ങനെ ചെയ്തു, സി അങ്ങനെ ചെയ്തു, ഡി എന്ന് പറഞ്ഞ് നീ മെൻഷൻ ചെയ്ത് പറ. വിജയ് സേതുപതി സാർ പറയുന്നത് നീ കേൾക്ക്, അതാണ് നീ ഫോളോ അപ്പ് ചെയ്യാനുള്ള. നീ ഉത്തരം കൊടുക്കുമ്പോൾ സൂപ്പറായിട്ട് ഉത്തരം കൊടുക്കും, നീ അവിടെ പരിങ്ങരുത് എന്ന് പറയുകയാണ്. അത് സൂപ്പർ ഹിന്റാണ്. റാണവിനെ പലപ്പോഴും ഇപ്പം ഈ വീക്ക് ഡേയ്സിൽ റാണവ് നല്ല ഫയറായി ചില സമയത്തൊക്കെ കയറി വരുമെങ്കിൽ വീക്കെൻഡ് വരുമ്പോഴത്തേക്കും റാണവിന്റെ മണ്ടയിൽ എല്ലാ കുറ്റവും വരും. റാണവിനെ ഒരു മണ്ടൻ എന്നല്ലല്ലോ, എന്താ പറയുക അതിനിപ്പോൾ എന്താ പറയുക, ഒരു ക്രാക്ക് പിടിച്ച ഒരാളായിട്ട് റാണവിന്റെ ഉത്തരങ്ങൾ കാരണം ആയി പോകുന്നുണ്ട്. അപ്പൊ റാണവ് ഈ സാധനം വിജയ് സേതുപതി ചോദിക്കുമ്പോൾ റാണവ് എന്തെങ്കിലും പറഞ്ഞ് അങ്ങ് നിൽക്കുന്ന ആ ഒരു ഇത് മാറ്റിയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എല്ലാത്തിനും ഉത്തരം കൊടുക്കുന്ന അച്ഛൻ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്, റാണവിന് കിട്ടിയ ഒരു സൂപ്പർ ഹിന്റ് തന്നെയാണത്. ദെൻ അപ്പോഴത്തേക്കും വിജയ് സേതുപതി പറയുന്ന കേൾക്കണമെന്ന് അമ്മ പറയുന്നു. അപ്പൊ അനിയത്തി പറയാണ്, അങ്ങോട്ട് പോയി ഇപ്പം നീ അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിലും ചേട്ടൻ പോയി സോറി പറഞ്ഞിട്ട് വീണ്ടും എന്തെങ്കിലും അങ്ങോട്ട് അടുക്കാനായിട്ട് പോവണ്ട, ഇത്തിരി കുറച്ച് വെക്കണം എന്ന് പറയുന്നു. ബിഗ് ബോസ് ചോദിക്കുന്നു, ആരടുത്താണ് വിരോധമുള്ളത്. ലിവിംഗ് റൂമിൽ വരുന്നു. അനിയത്തി പറയുന്നു, സൗന്ദര്യയോടാണ്. ചേട്ടൻ വയ്യാതോടെ വീണ് കിടന്നപ്പോഴും 20-30 സമയം ആക്ടിങ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ഫാമിലി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഭയങ്കര ഹേർട്ടായി. അപ്പം കളിയാക്കും പോലെ തോന്നി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും സോറി സൗന്ദര്യ സോറി പറയുന്നു. അപ്പൊ അച്ഛൻ പറയണം, ജെഫ്രി നീ ഗെയിമൊക്കെ ആണ്, അങ്ങനെയൊക്കെ സംഭവിച്ചു, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഒരു പ്രശ്നമല്ല, നമുക്ക് ഒരു വിരോധമില്ല കേട്ടാ നിന്റെ അടുത്ത്, നീ അങ്ങനെ ഏറ്റെന്നും പറഞ്ഞുകൊണ്ട് അതിനുശേഷം ടാസ്ക് കൊടുക്കുകയാണ്. മൈക്ക് മാറ്റാത്തതിൻ്റെ ടാസ്ക് കൊടുത്ത് കരാട്ടയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് റാണവിൻ്റെ അച്ഛൻ. അതിനുശേഷം റാണവിൻ്റെ അച്ഛൻ പറയുന്നു, ജാക്കിലിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് അവരും അവിടെ നിന്ന് പോകുന്നു. റാണവിനും അത്യാവശ്യം നല്ല ഹിന്റ് കിട്ടി. റാണവിന് കിട്ടിയ ഹിന്റ് ഇത് മാത്രമാണ്, നീ ഒറ്റയ്ക്ക് കളിക്ക്, ആരുടെയും കൂടെ നീ ഒരു ഒപ്പീനിയൻസ് നീ ചോദിക്കരുത്, വീക്കെൻഡിൽ നീ സൂപ്പറായിട്ട് മറുപടി കൊടുക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത പാട്ട് വരുന്നത്, രക്തമേ ഇനിയെ ഉടപ്പിറപ്പേ. അപ്പൊ അൻഷിതയും പവിത്രമേ എൻ്റെ ആണോ, അപ്പൊ കൂടെ പറപ്പേന്ന് കേൾക്കുമ്പോൾ അൻഷിത എൻ്റെ ചേട്ടനെങ്ങാനും എൻ്റെ അണ്ണനെങ്ങാനും. അപ്പൊ പവിത്രയും സംശയിക്കുന്നു. വീടിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നു, മെയിൻ ഡോർ തുറക്കുന്നു, പക്ഷെ ആരും വരുന്നില്ല. പക്ഷെ സ്റ്റോർ റൂമിനകത്തു നിന്നാണ് ആള് വരുന്നത്. പവിത്രയുടെ ചെറിയമ്മയുണ്ട്, ബാക്കി രണ്ടും സഹോദരന്മാരാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ചെറിയമ്മയും ഉണ്ട്, അത്യാവശ്യം പ്രായമുള്ള ഒരാളും ഉണ്ട്, പവിത്രയുടെ അത്ര ഏജ് വരുന്ന ഒരാളും ഉണ്ട്. അത് അനിയനാണോ ചേട്ടനാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു 7 വയസ്സായ ഒരു കുഞ്ഞുണ്ട്, അപ്പൊ അത് അനിയനാണെന്ന് തോന്നുന്നു. അത് ഇനി അനിയനാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പൊ ഇവര് 3 പേരാണ് പറയുന്നത്. അപ്പോഴ് ഞാൻ ബ്രദർ എന്നും പറയാം, ചെറിയമ്മയെന്നും പറയാം, ഇളയ കുഞ്ഞെന്നും പറയാതെ നടക്കത്തുള്ളൂ. അപ്പോൾ ബ്രദർ പറയണേ, എന്താണ് ചെറുക്കൻ പറയണം, കൊച്ച് പയ്യൻ പറയണേ, ചേച്ചി എന്താ ക്യാപ്റ്റൻ ആവാത്തത്, അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി എന്നിങ്ങനെ പറയുന്നു. അപ്പം ജാക്കിൽ ഇതേ സമയം വിഷമിച്ച് നിൽക്കുകയാണ്, വീട്ടിൽ നിന്നും ആരും വരാത്തതോ. മഞ്ചേരി പറയണം, എന്തായാലും വരും, നീ പേടിക്കാതിരി. അപ്പോഴത്തേക്കും വലിയ അണ്ണൻ പറയുവാണ് പവിത്രയുടെ അടുത്ത്, ഓരോരോ കാര്യങ്ങളോടെ ചെയ്യുമ്പോഴും നീ സൂപ്പറായിട്ട് വരുന്നുണ്ട്, നീ ആദ്യം 0യിൽ കിടന്നാണ് ഇവിടെ വന്നപ്പോൾ അത് 100ലേക്ക് എത്തി വരുന്നുണ്ട്. പക്ഷേ ഇനിയും എന്ത് ചെയ്യണം, ഒത്തിരി കാര്യങ്ങൾ പബ്ലിക്കായിട്ട് ഒപ്പീനിയൻസ് വന്ന് പറയണം, നിനക്ക് പറയാനുള്ള പോയിന്റ്സ് പബ്ലിക്കലി വന്ന് പറയണം. അപ്പോൾ ചിത്തി വന്നിട്ടുണ്ട്, ചിത്തി എന്ന് വെച്ചാൽ ചെറിയമ്മ വന്നിട്ടുണ്ട്, പറയാണ് നമ്മൾ പ്രൗഡാണ്, നമ്മുടെ ജനനി തന്നെയാണോ ഇതെല്ലാം ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിപ്പോവാറാണ്, നീ നല്ലപോലെ ചെങ്കുല ടാസ്കിലൊക്കെ കളിച്ചപ്പോൾ നമ്മൾ പേടിച്ചു പോയി. അപ്പം അടുത്ത് വല്യണ്ണം പറയാണ്, ഗെയിമൊക്കെ സൂപ്പർ മോളെ, സൂപ്പറാണ്.
അപ്പൊ ചിത്തി വീണ്ടും പറയുന്നു, നീ അവിടെയും വീട്ടിലും ജോലി ഇവിടെയും വന്നിട്ട് ജോലി, ഇങ്ങനെ പണി എടുക്കല്ലേ, പണി ഇത്തി കുറയ്ക്ക്. ബിഗ് ബോസ് ചോദിക്കുന്നു ആരടുത്താണ് വിരോധം? ആരടുത്തും വിരോധമില്ല, ഭയങ്കര ഹാപ്പി. ചിത്തി പറയുന്നു, വിശാലേ പവിത്രയ്ക്ക് അഡ്വൈസ് ഒക്കെ ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ ഇവിടെ ഇരുന്ന്. അല്ല, വിശാലിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. അതായത് പവിത്ര തർഷികയ്ക്ക് അഡ്വൈസ് ചെയ്ത് കൊടുത്തു എന്നുള്ള കാര്യം തർഷിക വന്നൊരു വേറൊരു ലെവലിൽ വിശാലിനെ പറഞ്ഞു. അവളൊരു ഫ്രണ്ട് എന്നുള്ള രീതിക്കാണ് അഡ്വൈസ് ചെയ്ത് കൊടുത്തല്ല, നിങ്ങളെ തമ്മിൽ പിരിക്കാനൊന്നുമല്ല, അതുമായിട്ടൊക്കെ യാതൊരു വിധ ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞപ്പം പവിത്ര ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ, അത് കഴിയുന്നു. അതിനുശേഷമാണ് പവിത്രയുടെ അമ്മയുടെ ഫോൺ കോൾ. അമ്മ വന്നിട്ടില്ല, അമ്മയുടെ ഫോൺ കോളാണ്. അപ്പം അമ്മ പറയാണ്, മോളെ നീ ഗെയിം നല്ലോണം കളിക്ക്, ഇതുവരെ നീ തനിയെ തന്നെയാണ് കളിച്ചത്, ഇനി നീ തനിയെ കളിക്ക്, ഡ്രസ്സൊക്കെ നീ സൂപ്പറായിട്ട് ഇടുന്നുണ്ട്, നമ്മളെല്ലാം കാണുന്നുണ്ട്, ഇനിയും നീ മുന്നോട്ട് കളിക്ക്, നീ ഇതുവരെ കഷ്ടപ്പെട്ടാണ് വന്നത്, ഇനിയും നീ കഷ്ടപ്പെട്ട് തന്നെ മുന്നോട്ട് പോയി കളിക്ക്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. പിന്നെ നിന്നെ ഇങ്ങനെ വളർത്തിയതും നിന്നെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് വളർത്തിയതൊക്കെ നമ്മളാണ്, നമ്മുടെ ഭാഗത്താണ് തെറ്റ്, മോള് ക്ഷമിക്കണം, മോള് ഒറ്റയ്ക്ക് കളിച്ച് മുന്നേറി വരണം, നിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഫ്രീഡം തരാതെ വളർത്തിപ്പോയി, സോറി എന്നെല്ലാം പറയുന്നു. അപ്പൊ അടുത്ത് പവിത്രയുടെ പാട്ടി കോളിലുണ്ട്. പാട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തശ്ശി, അമ്മുമ്മ. അപ്പോഴത്തേക്കും മോളെ നമുക്ക് നിന്നെ അങ്ങനെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്, നീ സങ്കടപ്പെടരുത്, നീ നല്ല രീതിക്ക് കളിക്കും, നിനക്ക് തോന്നും പോലെ, നിനക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ നീ കളിക്ക്, സോറി നമ്മളാണ് നിന്നെ ഇങ്ങനെ വളർത്തിയത് എന്ന് പറയുകയാണ്. അപ്പം എൻ്റെ അടുത്ത് സോറി ഒന്നും പറയണ്ട എന്നെല്ലാം പവിത്ര തിരിച്ചു പറയുന്നു. ദെൻ അവരുടെ ഫാമിലിയും ബായി ഒക്കെ പറഞ്ഞു പോവാണ്. അപ്പം പവിത്രാന ഫ്ലവർ അല്ല, പവിത്രാന ഫയർ എന്നൊക്കെ ആ കൊച്ചു പയ്യൻ പറയുന്നുണ്ട്. എന്നിട്ട് പോകുന്നുണ്ട്. അടുത്ത് നമ്മുടെ മലയാളി അൻഷിതയുടെ ഫാമിലിയാണ്. അൻഷിത ഇങ്ങനെ ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് പാട്ട് കേൾക്കുന്നത്, നെഞ്ചിൽ ജിൽ 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 ജിൽ, ആ പാട്ടാണ് കേൾക്കുന്നത്. അൻഷിത കരയുന്നു. അൻഷിതയ്ക്ക് മനസ്സിലാവുന്നു സ്വന്തം ഫാമിലി തന്നെയാണെന്ന്. അൻഷിതയുടെ ഉമ്മിയും അണ്ണനും വരുന്നു. ജാക്കിലിൻ കാണുമ്പോൾ തന്നെ കരച്ചിലാണ്, കാരണം ജാക്കിലിൻ്റെ വീട്ടിൽ നിന്ന് വന്നില്ല, അപ്പൊ കരയാണ്. അപ്പം വന്നുകൊണ്ട് തന്നെ ഒരു മലയാളവും തമിഴും കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ സംസാരിക്കുന്നത്. തമിഴ് മാത്രമേ ഞാൻ ഉമ്മിയെ വിളിച്ചിരുന്നു. അപ്പോൾ ഉമ്മി പറഞ്ഞത് തമിഴ് സംസാരിക്കാവൂ എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും മാക്സിമം നോക്കിയിട്ടുണ്ട് തമിഴ്. ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ നല്ലപോലെ മലയാളം ഉണ്ടായിരുന്നു. അൻഷി മലയാളം പറയുന്നുണ്ട്, ഉമ്മി മലയാളം പറയുന്നുണ്ട്, അണ്ണന് മലയാളം പറയുന്നുണ്ട്, എല്ലാവരും മലയാളം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എപ്പിസോഡിൽ അവർ തമിഴ് മാത്രമേ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കുറച്ചൊക്കെ മാത്രമേ മലയാളം ഉള്ളൂ. കട്ട് വേണ്ടി ലൈവ് കണ്ടവർക്ക് അറിയാൻ പറ്റും. ലൈവിൽ കുറേ മലയാളം ഉണ്ടായിരുന്നു. അൻഷി തന്നെ പറഞ്ഞിട്ടുണ്ട്, മലയാളമോ തമിഴോ പേസ് തന്നെ തെരിയാത്, രണ്ട് ലാംഗ്വേജസ് മിക്സ് ആതെ ഇருக்கு അങ്ങനെയൊക്കെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അണ്ണൻ വന്നോടനെ അടി ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് പറയാണ്, മോളെ ഗെയിമൊക്കെ സൂപ്പറാണ്, നീ നിന്റെ ദേഷ്യം കുറച്ച് കുറയ്ക്കണം, സ്നേഹവും കുറച്ച് കുറയ്ക്കണം, ഗെയിമിനെ ഗെയിമായി കാണണം എന്ന് പറയണം. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു പോയിന്റ്, ഞാൻ വിചാരിച്ചു അയ്യോ സമാധാനം, സൂപ്പർ. അൻഷിതർ ഗെയിം ഇംപ്രൂവ്ഡ് ആവാനുള്ള പോയിന്റുകളാണിത്. അപ്പം ഉമ്മി പറഞ്ഞു കൊടുക്കണം, മോളെ നീ നല്ലോണം കളിക്ക്, സ്ട്രോങ് ആയി നീ ഇരിക്കണം, നീ ഒരിക്കലും കരയരുത്, നീ കരയുന്ന കാണുമ്പോൾ വിഷമമാണ്. അപ്പം ഞാൻ കരഞ്ഞു കഴിഞ്ഞാലും കാര്യമാക്കണ്ട ഉമ്മി, അപ്പം നീ അങ്ങനെ പറഞ്ഞാലും ഉമ്മിയാണ്, ഉമ്മിക്ക് വിഷമം വരും എന്ന് അണ്ണൻ പറയുന്നു. അപ്പോഴത്തേക്കും നീ ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കണം, പേഴ്സണലായിട്ട് നീ എടുക്കരുത് മോളെ എന്ന് പറയുന്നു. അതിനുശേഷം ഉമ്മ എനിക്ക് അരുണിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നു. അൻഷിയുടെ അണ്ണൻ അൻസിൽ പറയുവാണ് എനിക്ക് ദീപക്കിനെയും സൗന്ദര്യമാണ് ഇഷ്ടമെന്ന്. അതിനുശേഷം ബിഗ് ബോസ് അൻഷിതയുടെ ബ്രദർ സൂപ്പറായിട്ട് എല്ലാവരെ കുറിച്ചും ഒപ്പീനിയൻ പറയുന്നുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഓരോരുത്തരെ കുറിച്ചും പറയുന്നുണ്ട്. സൗന്ദര്യ റോക്കറ്റാണ്, ഭയങ്കര ജെറ്റായിട്ട് പറക്കാണ്, പക്ഷെ തിരിച്ച് വരാനുള്ള ഒരു വഴി തന്നെ സൗന്ദര്യക്ക് അറിഞ്ഞുകൂടാ. മുത്തു ഗെയിമർ, വിശാലേ കോമഡി, പവിത്ര സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട്, ദീപക്കണ്ണ ഉള്ളവർ സീനിയർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എല്ലാവരെയും നല്ല പോലെ തന്നെ നല്ല കറക്റ്റ് ഒരു റിവ്യൂവിൽ പറയുന്നുണ്ട് അൻഷിയുടെ അണ്ണൻ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ദെൻ പിന്നീട് അതിനുശേഷം ബിഗ് ബോസ് വിയോജിപ്പ് ആരടുത്താണെന്ന് ചോദിക്കുന്നു. അപ്പം തന്നെ അണ്ണൻ പറയുന്നു അത് അഞ്ചി, എപ്പോഴും അഞ്ചി എന്നാണല്ലോ വിളിക്കുന്നത്. അപ്പം അഞ്ചി എപ്പോഴും സ്നേഹം വെച്ച് കളിക്കുന്നത് ഗെയിമാണ് എന്നിവിടെ ജാക്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല, ഒരാൾക്ക് 20 ദിവസം നടിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ, അഭിനയിക്കാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം ഇങ്ങനെ നടിക്കാനൊന്നും പറ്റത്തില്ല. 80 ദിവസമായിട്ട് അവൾ ഇങ്ങനെ തന്നെയല്ല, അപ്പോൾ അവളത് ഗെയിം അല്ല, അവൾ അങ്ങനെ തന്നെയാണ്. പിന്നെ മഞ്ജരി മാമിൻ്റെ അടുത്താണ് ഒരു കേസ് പറയുന്നു കേട്ടോ. ആ കേസ് ഞാൻ ഉപ്പ് കൂട്ടിന്നോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. അപ്പം ആ ഒരു കേസിൽ ഭക്ഷണത്തിന്റെ കേസിൽ ഒരിക്കലും അൻഷിത അങ്ങനെ ചെയ്തില്ല, അൻഷിതയ്ക്ക് അങ്ങനെ ഗെയിം കളിക്കേണ്ട ആവശ്യവും ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ ഭയങ്കര. അതിനുശേഷം വേറെ ആടുത്തവർക്ക് ഒരു ഇതുപോലെ ഈ 2 ടോപ്പിക്കുകളെ പറയുന്നുള്ളൂ. അൻഷിതയ്ക്ക് എന്തായാലും സൂപ്പർ ഹിൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. പവിത്രയ്ക്ക് ഭയങ്കര ഹിൻസ് കിട്ടിയില്ല. പവിത്രയ്ക്ക് ഈ പറഞ്ഞ കണക്ക് ഒപ്പീനിയൻ പറയണം എന്നുള്ളത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇന്ന് വന്ന എല്ലാവരും പറയുന്നത് അരുൺ കുറച്ച് ഡൗൺ ആണ്, 2-3 ആഴ്ചയായിട്ട് കയറി വരണം എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. വേറെ ആരും അങ്ങനെ ഒന്നും പറയുന്നൊന്നുമില്ല. അതിനുശേഷം നമ്മുടെ ഉമ്മിക്ക് ടാസ്ക് കൊടുക്കുകയാണ്. അൻഷിതയുടെ ചമ്മന്തി വൈറലാണല്ലോ തമിഴ്നാട്ടിലെ. അപ്പോൾ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ ചമ്മന്തി എന്ന് പറയുന്ന ഡിഷ് ഉണ്ടാവില്ല കേട്ടോ, അതായിരിക്കും ഇത്ര വൈറല്. അപ്പോഴും അതുകൊണ്ട് തന്നെ അൻഷിതയുടെ ഉമ്മി എല്ലാവർക്കും ചമ്മന്തി അരച്ച് കൊടുക്കാൻ പറയുകയാണ്. അങ്ങനെ അമ്മിയിൽ ചമ്മന്തി അരച്ച് എല്ലാവർക്കും വാരി കൊടുക്കണം. അപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ആദ്യം അൻഷിക്ക് വാരി കൊടുത്തപ്പോൾ നമ്മുടെ മുസ്ലിംസ് ഫുഡ് ഇപ്പം നമ്മൾ ചോറിരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് പിടി വാരി കഴിക്കുമ്പോഴത്തേക്കും
ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിക്കുന്നത്. അപ്പൊ അൻഷിക്ക് ആദ്യം അങ്ങനെ വാരി കൊടുത്തു. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു അൻഷിയുടെ ഉമ്മ അങ്ങനെ പറയുന്നത്. എന്നിട്ട് എല്ലാവർക്കും അതുപോലെ അത് മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, എല്ലാവർക്കും അൻഷിയുടെ ഉമ്മ വാരി കൊടുത്തു. ഞാൻ അത് ശ്രദ്ധിച്ചു. ബിസ്മില്ല 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 എന്ന് പറയുന്നത് എനിക്കങ്ങനെ തോന്നി. തോന്നുമ്പം അതെനിക്ക് ഒരു എന്താ പറയുക, ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാം നമ്മുടെ മക്കളാണ് എന്നുള്ള ലെവലിൽ ചെയ്ത് എനിക്ക് ഭയങ്കര ഒരു കണ്ടപ്പം ആസ് എ മുസ്ലിം എന്നുള്ള, ഞാനൊരു മുസ്ലിം ആയ സ്ഥിതിക്ക്, മുസ്ലിം എന്നുള്ള നിലയിൽ ഞാൻ ചിന്തിച്ചപ്പം അൻഷിയുടെ ഉമ്മി നമ്മുടെ ആ ഒരു ഇതിൽ നിന്ന് പോയിട്ട് എല്ലാവരുടെ അടുത്തും ആ ഒരു ഇതില്ലാതെ എല്ലാം എൻ്റെ മക്കൾ തന്നെയാണ്, എല്ലാം എൻ്റെ മതത്തിലുള്ളവർ തന്നെയാണ് എന്നുള്ള ഒരു ഇത് കാണിച്ചത് എനിക്ക് ഭയങ്കര എന്തോ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്കൊരു ഇതായി, ഇത് വർക്കായി. അതിനുശേഷം പിന്നീട് എന്താണ് അവര് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു. ദെൻ പോകുന്നു. പോയി കഴിഞ്ഞ് രാത്രി ജാക്ലിൻ പറയാണ് ഞാൻ ഇന്ന് സാരിയൊക്കെ കൊടുത്തിരുന്നത് എൻ്റെ അമ്മ വരുമെന്നും പറഞ്ഞുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നു. പറയാൻ പോട്ടെ അമ്മ നാളെ വരുമല്ലോ. അതിനുശേഷം വിജയ് സേതുപതി എല്ലാവർക്കും ആഹാരമൊക്കെ കൊടുത്തയക്കുന്നു. അതെല്ലാം കഴിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. ഇനി നമുക്ക് നാളെ കാണാം എന്താവും എന്നുള്ളത്. നാളെയും വരുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ 4 ഫാമിലി ഉണ്ട്. ജഫ്രിയുടേത് വരാനുണ്ട്, ജാക്ലിൻ്റെത് വരാനുണ്ട്, അരുണിൻ്റെത് വരാനുണ്ട്, പിന്നെ ആരുടെ വരാനുള്ളത്, പിന്നെ ആരുടെയോ ഒരാളുടേത് കൂടി വരാനുണ്ട്. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പെട്ടെന്ന് ആരുടെയാണോ എന്തോ ഒരാളുടേത് കൂടി വരാനുണ്ടല്ലോ. പവിത്രയുടേത് വന്നു, ദീപകിൻ്റെത് വന്നു, വിശാലിൻ്റെത് വന്നു, റാണവിൻ്റെത് വന്നു, മഞ്ജരയുടേത് വന്നു, ജാക്ലിൻ്റെ വന്നു, ജഫ്രിയുടെ വന്നു, അൻഷിതയുടെ വന്നു, സൗന്ദര്യയുടേത് വന്നു, മുത്തുവിൻ്റെത് മുത്തു, ദീപക് അല്ല പിന്നെ മാറിപ്പോയി, മുത്തു, ജാക്ലിൻ, ജഫ്രി, പിന്നെ ആരാണ് നമ്മുടെ അരുൺ. ഇവരുടെ 4 പേരുടെ വരല്ല. മുത്തു, ജാക്ലിൻ, ജഫ്രി, അരുൺ 4 പേരുടെ നാളെ വരും. ഇത് കൂടാതെ ഒരു സർപ്രൈസ് ഉണ്ട്, പറയട്ടെ എന്താണെന്ന്. നമ്മുടെ സീസൺ 7 തമിഴിലെ വിന്നർ അർച്ചന രവിചന്ദ്രൻ നാളെ ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറുകയാണ്. അർച്ചനയും അരുണും കൂടെ വിവാഹം കഴിക്കാൻ പോവാണ്. നമ്മുടെ ഈ സീസണിൽ അരുണും അർച്ചനയോടെ കയറാൻ പോവാണ്. അർച്ചനയും കൂടെ വിവാഹം കഴിക്കുമ്പോൾ അർച്ചനയും ഫാമിലി എൻട്രി ആയിട്ട് നാളെ കയറും. പക്ഷെ അത് മറ്റന്നാളെ കാണാൻ പറ്റത്തുള്ളൂ. അരുണിൻ്റെയൊക്കെ ഇന്ന് കയറിയിട്ടുണ്ടെന്ന് അറിയാൻ വരുന്നത്. അപ്പം അരുണിന് മാത്രം ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ എന്തിനു കൊടുക്കുന്നു എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഇതിനകത്തൊരു വലിയൊരു ഗെയിമുണ്ട്, ബിഗ് ബോസിൻ്റെ ഒരു വലിയൊരു ഗെയിമുണ്ട്. ഇത് ഞാൻ നാളെ ഇന്ന് ഞാൻ പറയുന്നില്ല. അർച്ചന കയറട്ടെ. അർച്ചന കയറുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര അൺഫെയർ ആണ്. അത് ഒരിക്കലും ചെയ്തുകൂടാ. അർച്ചന വിന്നറാണ്, ഓക്കെ, പക്ഷെ അത് ഒരിക്കലും ചെയ്തുകൂടാ സാധനം. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും നാളത്തെ റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.